ഹായ് ഓൾ, വരാനിരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്ന 30 ഡേയ്സ് വീഡിയോ സീരീസിൻ്റെ 3rd സെഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ സർവേയിങ് എന്ന സബ്ജക്റ്റിൽ ലെവലിംഗ് എന്ന ചാപ്റ്റർ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ എത്രത്തോളം പഠിച്ചു, എങ്ങനെയൊക്കെ പഠിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ആ എക്സാമിൻ്റെ സമയത്ത് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത് എത്രത്തോളം ആണെന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറി ഷാർപ്പാക്കണം. അതിന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ കവർ ചെയ്തിരുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ലെവലിംഗ്, മെത്തേഡ്സ് ഓഫ് ലെവലിംഗ്, ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ടേംസ് ഇൻ ബുക്കിംഗ്, മെത്തേഡ്സ് ഓഫ് ബുക്കിംഗ്, ടൈപ്സ് ഓഫ് ലെവലിംഗ്, കറക്ഷൻസ് ഇൻ ലെവലിംഗ്. ഇത്രയുമായിരുന്നു ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലംബ് ലൈൻ ത്രൂ എ പോയിന്റ് ആൻഡ് ഈസ് ടാൻജൻഷ്യൽ ടു ദ ലെവൽ സർഫസ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ലെവൽ പ്ലെയിൻ, ഓക്സിലറി പ്ലെയിൻ. നോക്കിക്കേ, നമ്മൾ പഠിച്ചിരുന്നു. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലംബ് ലൈന് പെർപെൻഡിക്കുലർ അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ പ്ലംബ് ലൈന് പെർപെൻഡിക്കുലറും കൂടാതെ തന്നെ ലെവൽ സർഫസിന് ടാൻജൻഷ്യലുമാണ്. ലെവൽ സർഫസിന് പ്ലംബ് ലൈന് പെർപെൻഡിക്കുലർ ആണ് ഒരു പോയിന്റിൽ, കൂടാതെ തന്നെ ലെവൽ സർഫസിന് ടാൻജൻഷ്യലുമാണ്. അങ്ങനെയുള്ള സർഫസിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സർഫസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് എന്താണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ ബെഞ്ച് മാർക്ക് established by the Survey of India Department with very high precision with reference to mean sea level is known as. Options: arbitrary benchmark, permanent benchmark, temporary benchmark, GTS benchmark. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എടുക്കുന്നത് മീൻ സീ ലെവലാണ് നമ്മുടെ ഡേറ്റോ ആയിട്ട് എടുക്കുന്ന അറ്റ് മുംബൈ. അപ്പോൾ നമ്മുടെ മീൻ സീ ലെവല് റെഫറൻസ് ആക്കിക്കൊണ്ട് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? GTS ബെഞ്ച് മാർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, GTS ബെഞ്ച് മാർക്ക്. പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? GTS ബെഞ്ച് മാർക്കിനെ റെഫറൻസ് ആക്കിക്കൊണ്ടാണ് എന്താ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് ടു മേക്ക് ദ ഒബ്ജക്റ്റ് അപ്പിയർ. നമ്മൾ കറക്ഷൻസ് പഠിച്ചിരുന്നു, കർവേച്ചർ കറക്ഷനും റിഫ്രാക്ഷൻ കറക്ഷനും. അപ്പോൾ നമ്മൾ കറക്ഷനിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് ടു മേക്ക് ദ ഒബ്ജക്റ്റ് അപ്പിയർ. ഓപ്ഷൻസ് കൂടെ നോക്കാം. ലോവർ ദാൻ ദേ റിയലി ആർ, ഹയർ ദാൻ ദേ റിയലി ആർ, മോർ ക്ലിയർ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം എന്താ റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് എന്താണ്? ഹയർ ദാൻ ദേ റിയലി ആർ. അപ്പം ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഹയർ ദാൻ ദേ റിയലി ആർ. കറക്ഷൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് റിവൈസ് ചെയ്തോളാം. മറക്കാതെ തന്നെ നിങ്ങൾ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ വൺ സെറ്റിംഗ് ഓഫ് എ ലെവൽ ദ നമ്പർ ഓഫ് ഫോർസൈറ്റ് ടേക്കൻ. അപ്പം ഇതെന്താ നമുക്കറിയാം ഏതൊക്കെ സൈറ്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫോർസൈറ്റ് ഉണ്ട്, ബാക്ക് സൈറ്റ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് ഉണ്ട്. അപ്പം എന്താ ഒരു സിംഗിൾ സെറ്റപ്പിൽ നമ്മൾ ബാക്ക് സൈറ്റ് ആയാലും ഫോർ സൈറ്റ് ആയാലും ഒറ്റ റീഡിങ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് എത്ര വേണമെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ആൻസറായിട്ട് വരുന്നത് എന്താണ്? 1. ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് ആണെങ്കിൽ എത്ര നമ്പർ വേണമെങ്കിലും വരാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫക്റ്റ് എറൈസിങ് ഫ്രം ദ ഫോം ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് കൂടെ നോക്കാം. സ്പെറിക്കൽ റിഫ്രാക്ഷൻ, സ്പെറിക്കൽ അബ്രേഷൻ, ക്രോമാറ്റിക് റിഫ്രാക്ഷൻ, ക്രോമാറ്റിക് അബ്രേഷൻ. നമ്മളെന്താ ഡിഫക്ട്സ് പഠിച്ചിരുന്നു അല്ലേ? സ്പെറിക്കൽ അബ്രേഷനും ക്രോമാറ്റിക് അബ്രേഷനുമാണ് നമ്മൾ മെയിൻ ഡിഫക്ട്സ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ അതെന്താണ്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് കർവേച്ചർ ഓഫ് ലെൻസ് കാരണം, ഒന്ന് മെറ്റീരിയൽ ഓഫ് ലെൻസ് കാരണം. അപ്പോൾ എന്താ ഇവിടെ കർവേച്ചർ ഓഫ് ലെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കർവേച്ചർ ഓഫ് ലെൻസ് കാരണം ഉണ്ടാകുന്ന എന്താണ്? സ്പെറിക്കൽ അബ്രേഷനാണ്. ക്രോമാറ്റിക് അബ്രേഷൻ ആണെങ്കിൽ എന്താണ്? ലെൻസിൻ്റെ മെറ്റീരിയൽ കാരണം കളേർഡ് ഇമേജ് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈക്വൽ ടു. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ഫോർ സൈറ്റ്, RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്, RL ഓഫ് ബാക്ക് സൈറ്റ് പ്ലസ് ബാക്ക് സൈറ്റ്, RL ഓഫ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് പ്ലസ് ഫോർ സൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നമുക്കറിയാം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തു,
ബെഞ്ച് മാർക്കിലേക്ക് റീഡിംഗ് എടുത്തു. ബെഞ്ച് മാർക്കിലെ റീഡിംഗ് നമുക്ക് നോൺ ആയിരിക്കും. പിന്നെ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് എടുക്കുന്നതാണ് ബാക്ക് സൈഡ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറക്ഷൻ ഫോർ കർവേച്ചർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1 കിലോമീറ്റർ. അപ്പം കറക്റ്റ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അല്ലേ? കറക്ഷൻസിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ കറക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. കറക്ഷൻ ഫോർ കർവേച്ചർ 0.785 d². ഇവിടെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം. കിലോമീറ്റർ വേണം അപ്ലൈ ചെയ്യാൻ. അതിന് സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമുക്ക് മീറ്ററിൽ ആൻസർ കിട്ടും. ഇവിടെ 1 കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി 0.0785 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആർ ക്യാരിഡ് ഔട്ട് ടു. പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഫോളോ ചെയ്ത് വേണം വരാൻ. അപ്പോൾ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ എന്തെങ്കിലും മറക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ വീഡിയോസ് ഒന്നുകൂടെ കണ്ടെന്ന് റിവൈസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് റിവൈസ് ആയിക്കൊണ്ടിരിക്കും, ടൈമും ലാഭിക്കും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻസ് കൂടെ നോക്കാം. എസ്റ്റാബ്ലിഷ് എ ഫിക്സഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ആക്സസ്. Establish a temporary relationship between its fundamental axes. Establish a variable relationship between its fundamental axes. None of these. അപ്പോൾ നമുക്ക് ഓപ്ഷൻ അറിയാം എന്താണ്? ഓപ്ഷൻ എ, എസ്റ്റാബ്ലിഷ് എ ഫിക്സഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ആക്സസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഫോർ ഡിറ്റർമിൻ ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് പോയിന്റ്സ് എയ്തർ ടു ഫാർ അപ്പാർട്ട് ഓർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ആൻ ഇൻ്റർവീനിങ് ഗ്രൗണ്ട് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഡിഫറൻഷ്യൽ ലെവലിംഗ്, സിമ്പിൾ ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ്, ചെക്ക് ലെവലിംഗ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലെവലിംഗ് പഠിച്ചിരുന്നു. അതിൽ എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ് അല്ലേ? 2 സ്റ്റേഷൻസ് ടു ഫാർ എപ്പാർട്ട് ആണെങ്കിൽ അതിൽ അല്ലെങ്കിൽ 2 സ്റ്റേഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, കൂടാതെ തന്നെ 2ൻ്റെ ഹൈറ്റ് ലെവൽ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് ലെവലിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈ ലെവലിങ്ങും ചെക്ക് ലെവലിങ്ങും ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലെവലിങ്ങിൻ്റെ 2 സബ് ഡിവിഷൻസ് ആണ്. അത് കൂടാതെ തന്നെ എന്താണ് ഈ ഡിഫറൻഷ്യൽ ലെവലിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ഇതിൽ ഇൻവോൾവ് അല്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണെന്ന്. ഓക്കെ, ഓപ്ഷൻസ് കൂടെ നോക്കാം. അരിത്തമെറ്റിക്കൽ ചെക്ക്, റെഡ്യൂസിങ് ലെവൽസ്, ഇൻറ്റീരിയർ ആംഗിൾ കാൽക്കുലേഷൻ, എക്സ്റ്റീരിയർ ആംഗിൾ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കറിയാം റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ നമുക്ക് ഏതൊക്കെ സൈറ്റ്സ് ആണുള്ളത്? 4 സൈറ്റ്സ്, ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. അപ്പം എന്താണ് ഇതിൽ ചെക്കുകൾ എന്ന് പറയുന്നത്? അരിത്തമെറ്റിക് ഫോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ എന്തിൻ്റെയൊക്കെ ചെക്കാണുള്ളത്? 4 സൈറ്റിൻ്റെ, ബാക്ക് സൈറ്റിൻ്റെ, ഇൻ്റർമീഡിയറ്റ് സൈറ്റിൻ്റെ ചെക്കുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും. എന്താണ്? അരിത്തമെറ്റിക്കൽ ചെക്കിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ഏതിനൊക്കെയുള്ള ചെക്കേ ഉള്ളൂ? 4 സൈറ്റിനും ബാക്ക് സൈറ്റിനും വേണ്ടിയിട്ട് മാത്രമുള്ള ചെക്കേ ഉള്ളൂ. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണെങ്കിൽ ഇത് 3നും വേണ്ടിയിട്ടുള്ള ചെക്കുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, എഫക്റ്റ് ഓഫ് കർവേച്ചർ ഈസ് ടു മേക്ക് ദ ഒബ്ജക്റ്റ് അപ്പിയർ. നമ്മൾ റിഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ, ലോവർ ദാൻ ദേ റിയലി ആർ, സെയിം ആസ് ദ ഒബ്ജക്റ്റ്, ഹയർ ദാൻ ദേ റിയലി ആർ, ഹാഫ് സൈസ് ദാൻ ദേ റിയലി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? കർവേച്ചർ കാരണം എന്താണ് ഒബ്ജക്റ്റ് അപ്പിയർ ചെയ്യുന്നത്? ലോവർ ദാൻ ദ റിയലി ആർ. അന്നേരം ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the capacity of a telescope of producing sharp image is called its options brightness, sensitivity, magnification, definition. അപ്പോൾ നമ്മൾ എന്താ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു അല്ലേ? പ്രോപ്പർട്ടീസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താ ഷാർപ്പ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെലസ്കോപ്പിൻ്റെ കഴിവിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡെഫിനിഷൻ എന്നാണെന്ന് പറയുന്നത്. ഡെഫിനിഷനും റിസോൾവിങ് പവറും ഉണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സെപ്പറേറ്റ് എന്താണ് വ്യത്യാസം ഉള്ളത് മാറ്റി പഠിച്ചു വച്ചിരിക്കുക. രണ്ടും കൂടെ ഒരേ ഓപ്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡംബി ലെവൽ ഈസ് ഫിക്സ്ഡ് ഇൻ ബിറ്റ്വീൻ സ്റ്റേഷൻ എ ആൻഡ് ബി. The staff reading on A is 2.65 meter and that on B is 1.5 meter. Then there is options: fall from A to B, rise from A to B, level from A to B, rise from
B2A. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് എയും ബിയും 2 പോയിൻ്റ് ആണുള്ളത്. സോ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. അപ്പോൾ റീഡിങ് എടുത്തതിൽ ആദ്യത്തെ റീഡിങ് എയിലെ റീഡിംഗ് എന്ന് പറയുന്നത് 2.65 മീറ്ററും ബി എന്ന് പറയുന്നത് 1.5 മീറ്ററുമാണ്. അപ്പോൾ എന്താ, റീഡിങ് കൂടുതലാണെങ്കിൽ ഗ്രൗണ്ട് കുറച്ചുകൂടെ താന്നിട്ടാണെന്നും റീഡിങ് കുറവാണെങ്കിൽ ഗ്രൗണ്ട് ഹൈ ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക, ഇങ്ങനെയാണ് ഗ്രൗണ്ടിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഇതിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, റൈസ് ഫ്രം എ ടു ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റൈസ് ഫ്രം എ ടു ബി. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് സ്പിരിറ്റ് ലെവൽ ഫിക്സ്ഡ് ടു ദ ടെലസ്കോപ്പ് ഓഫ് എ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ്. ഓപ്ഷൻ എ, ടു എസ്റ്റാബ്ലിഷ് GTS benchmark, to make the line of sight vertical, to compute the difference in elevation, to make the line of sight horizontal. അല്ലേ, സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്പിരിറ്റ് ലെവൽ ഫിക്സ് ചെയ്തേക്കുന്നത് എന്തിനാണ് ടെലസ്കോപ്പിൽ? നമുക്ക് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാക്ക് സൈഡ് റീഡിംഗ് ഓൺ എ ബെഞ്ച് മാർക്ക് 200 meter വാസ് 2.65 meter if the inverter staff reading to the bottom of the cantilever porch slab is 0.35 meter. The RL of the slab is. ഇൻവെർട്ടർ സ്റ്റാഫ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിനെക്കാട്ടിൽ മുകളിൽ വരികയാണെങ്കിൽ റീഡിംഗ് എടുക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാഫ് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കും. ഒരു ഗ്രൗണ്ട് ലെവൽ ലൈൻ ഓഫ് സൈറ്റിനെക്കാട്ടി മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവേർട്ടഡ് ആയിട്ട് സ്റ്റാഫ് ഹെൽഡ് ചെയ്യും. ആ റീഡിങ് നമ്മൾ നെഗറ്റീവായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന കേസിൽ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വേഷൻ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിൻ്റെ RL പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്താ ഫോർസൈറ്റ് കുറയ്ക്കുമ്പം നമുക്ക് RL ആ സെക്കൻഡ് പോയിന്റിൽ ഫോർസൈറ്റിൻ്റെ അവിടുത്തെ ആ പോയിന്റിൽ RL കിട്ടും. അപ്പം ഇപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവേർട്ടർ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവും കൂടെ ഇവിടെ ഫോർസൈറ്റ് നെഗറ്റീവ് ആകുമ്പം ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് ഫോർസൈറ്റ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് പോയിൻറ്റിൻ്റെ RL കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബെഞ്ച് മാർക്കിലെ ബാക്ക് സൈറ്റും ഈ ഇൻവേർട്ടർ സ്റ്റാഫ് റീഡിങ്ങും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, RL ഓഫ് ദ സ്ലാബ് കിട്ടും. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 203 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. നിങ്ങളതൊന്ന് ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് ഒക്കെ വരാറുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കർവേച്ചർ കറക്ഷൻ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 800 meter. 800 മീറ്ററിൻ്റെ കർവേച്ചർ കറക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 0.0785 d² ആണ്. ഡി ഇവിടെ എപ്പോഴും പറയുന്നതാണ്, കിലോമീറ്ററിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് 0.8 സ്ക്വയർ കൂടിയുണ്ട്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.05 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻസ് ഒന്ന് സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കണം. ചെയ്ത് അതും പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് സ്പീഡാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ എ ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് അഥവാ ചേഞ്ച് പോയിന്റ്, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടേണിംഗ് പോയിന്റ് അഥവാ ചേഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് റീഡിംഗ് എടുക്കുന്ന സ്റ്റേഷനെയാണ് നമ്മൾ ചേഞ്ച് പോയിന്റ് അല്ല ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ റീഡിംഗ് കൂടെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ എ ടേണിംഗ് പോയിന്റ്, ഓപ്ഷൻസ് കൂടെ നോക്കാം. ഫോർസൈറ്റ്, ബാക്ക് സൈറ്റ് ആൻഡ് ഫോർസൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. എന്താ ഫസ്റ്റ് ഒബ്സർവേഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സെറ്റപ്പിൽ ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ഏതാണ്, ആദ്യം എടുക്കുന്ന റീഡിങ്ങും ബാക്ക് സൈറ്റും ലാസ്റ്റ് എടുക്കുന്ന റീഡിങ് ഫോർസൈറ്റും ആണ്. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ഓൺ എ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോർസൈറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോമ്പൗണ്ട് ലെൻസ് ഫ്രീ ഫ്രം സ്പെറിക്കൽ അബ്രേഷൻ ഈസ് കോൾഡ്. നമ്മളെന്താ സ്പെറിക്കൽ അബ്രേഷനും ക്രോമാറ്റിക് അബ്രേഷനും പഠിച്ചിരുന്നു. എന്നിട്ട് പ്രോപ്പർട്ടീസ് പഠിച്ചപ്പം അതിൻ്റെ ആബ്സെൻസിൽ അതിനെ എന്ത് പറയുന്നു നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അക്രോമാറ്റിക് കോമ്പിനേഷനും പഠിച്ചിരുന്നു, അപ്ലാനാറ്റിക് കോമ്പിനേഷനും വരുന്നു. അക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ
ക്രോമാറ്റിക് അബ്രേഷൻ്റെ ആബ്സെൻസ് ആണ് അല്ലേ. സ്പെറിക്കൽ അബ്രേഷൻ്റെ ആബ്സെൻസ് വരുമ്പോൾ അതിനെന്താണ് പറയുന്നത്? അപ്ലനാറ്റിക് കോമ്പിനേഷൻ. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അപ്ലനാറ്റിക് കോമ്പിനേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ലെവലിംഗ് എനി സർഫസ് പാരലൽ ടു ദ മീൻ സ്പിറോയിഡ് ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കോൾഡ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻസ് കൂടെ നോക്കാം. ഹൊറിസോണ്ടൽ സർഫസ്, പാരലൽ സർഫസ്, ലെവൽ സർഫസ്, ടാൻജൻഷ്യൽ സർഫസ്. അപ്പം ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. എന്താ? ലെവലിംഗ് എനി സർഫസ് പാരലൽ ടു ദ മീൻ സ്പിറോയിഡ്. എർത്തിന് പാരലായിട്ടുള്ള സർഫസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ലെവൽ സർഫസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ലെവൽ സർഫസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കമ്പൈൻഡ് കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ ആൻഡ് കർവേച്ചർ ഈസ് ഡാഷ് ടൈംസ് ഓഫ് കർവേച്ചർ കറക്ഷൻ. അപ്പം നമുക്കറിയാമല്ലേ, റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/7 ഓഫ് കർവേച്ചർ കറക്ഷൻ ആണ്. കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 6/7 ഓഫ് കർവേച്ചർ കറക്ഷൻ ആണ്. ഇതിൽ ഓപ്ഷൻസ് നോക്കാം. 3/7, 4/7, 5/7, 6/7. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, 6/7. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് എ ടെലസ്കോപ്പ് ടു ഫോം ഡിസ്റ്റിങ്വിഷബിൾ ഇമേജ് ഓഫ് ഒബ്ജക്ട് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ആംഗുലാർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇറ്റ്സ്. ഓപ്ഷൻസ് നോക്കാം. ഡെഫിനിഷൻ, ബ്രൈറ്റ്നസ്, സെൻസിറ്റിവിറ്റി, റിസോൾവിംഗ് പവർ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഡെഫിനിഷനും റിസോൾവിംഗ് പവറും ഒന്ന് സെപ്പറേറ്റ് എടുത്ത് പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്മോൾ ആംഗുലാർ ഡിസ്റ്റൻസിൽ പോലും ഇമേജ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെലസ്കോപ്പിൻ്റെ കഴിവ്, അതിനെ എന്താണ് പറയുന്നത്? റിസോൾവിംഗ് പവർ എന്നാണ് പറയുന്നത്. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി, റിസോൾവിംഗ് പവർ. ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷാർപ്പ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. ഓക്കെ ആണല്ലോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെവലിംഗ് അക്രോസ് എ റിവർ ഈസ് ഡൺ ബൈ. ഓപ്ഷൻസ് ഫ്ലൈ ലെവലിംഗ്, ക്രോസ് ലെവലിംഗ്, ട്രിഗണോമെട്രിക്കൽ ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ്. അപ്പോൾ ടൈപ്സ് ഓഫ് ലെവലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പൊതുവെ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മൾ എന്താണ് സ്റ്റേഷൻസിൻ്റെ മിഡ് വേയിൽ പ്ലേസ് ചെയ്യണമെന്നാണ്. അപ്പോൾ പ്ലേസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ലെവലിംഗ് ആണ് എന്ത്? ഒരു പോണ്ടോ ഒരു റിവറോ ഒക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ലെവലിങ്ങിനെ എന്താണ് പറയുന്നത്? റെസിപ്രോക്കൽ ലെവലിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് ആക്യുറേറ്റ് ലെവലിംഗും. അപ്പം ലെവലിംഗ് അക്രോസ് എ റിവർ ഈസ് ഡൺ ബൈ ഓപ്ഷൻ ഡി, റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്സർവേഷൻ വിത്ത് ലെവൽ ഈസ്. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻസ് കൂടെ നോക്കാം. ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെൻറ്റ്, വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്, ആംഗുലാർ മെഷർമെൻറ്റ്, ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെൻറ്റ്. എന്താണ് ലെവൽ വെച്ച് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്? ഏതാണ്? വെർട്ടിക്കൽ ലീനിയർ മെഷർമെൻറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ദ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് ചെക്ക് ഓൺ. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നതാണ്. ഏതൊക്കെ ചെക്കാണുള്ളത്? ഫോർ സൈറ്റിനും ബാക്ക് സൈറ്റിനും ഇൻ്റർമീഡിയറ്റ് സൈറ്റിനും നമുക്ക് റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ ചെക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബാക്ക് സൈറ്റ്, ഫോർ സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? മൂന്നിനും ചെക്കുണ്ട്. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ആയിരുന്നെങ്കിൽ എന്തൊക്കെയാണ്? ഫോർ സൈറ്റിനും ബാക്ക് സൈറ്റിനും മാത്രമേ ചെക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് പെൻഡുലർ ലെവൽ. ഓപ്ഷൻസ് ഡംബി ലെവൽ, വൈ ലെവൽ, ഓട്ടോ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ. അപ്പോൾ ടൈപ്സ് ഓഫ് ലെവൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസത്തിനാണ് ഓരോ ലെവലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോളുക. സോ പെൻഡുലർ ലെവൽ എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? ഓട്ടോ ലെവലിനെയാണ് പെൻഡുലർ ലെവലിന് അറിയപ്പെടുന്നത്. എന്താണ്? അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. സോ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ പോർഷൻസിൽ നിന്ന് തന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടും. ന്യൂമറിക്കൽസും നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കാൽക്കുലേഷൻ്റെ സ്പീഡ് കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ താങ്ക് യു.